നമസ്കാരം, ഐസ് ഓഫ് അജിത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ തുടങ്ങിയ വലിയ സന്തോഷം. ഇന്ന് കുറച്ച് സമയമുണ്ട്. എന്തായാലും കൊച്ചിയിൽ നിന്നും രാത്രി 8:30 ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ. ഇപ്പോൾ സമയം ഏതാണ്ട് 3 മണി ആയതേ ഉള്ളൂ. എന്നാൽ പിന്നെ കൊച്ചി വാട്ടർ മെട്രോയിൽ നിന്ന് കയറിയിട്ട് ഫോർട്ട് കൊച്ചി വരെ ഒന്ന് പോയി വരാം എന്ന് തീരുമാനിച്ചു. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ബസ് ഇറങ്ങി വാട്ടർ മെട്രോ ആരംഭിക്കുന്ന ഹൈക്കോർട്ട് ജെട്ടിയിലേക്ക് നടന്നു. കുറേ സമയം ക്യൂ നിന്നതിന് ശേഷം 50 രൂപ കൊടുത്ത് ഫോർട്ട് കൊച്ചി വരെ ടിക്കറ്റ് എടുത്തു. ഏതാണ്ട് 30 മിനിറ്റോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് എനിക്ക് പോകേണ്ട ബോട്ട് എത്തിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് ഈ സംരംഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. 2023 ഏപ്രിൽ 26 മുതലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബോട്ടുകളാണ് സർവീസിനായിട്ട് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 50 മുതൽ 100 വരെ ആളുകളെ വഹിക്കാൻ ഈ ബോട്ടുകൾക്ക് കപ്പാസിറ്റി ഉണ്ട്. 8 നോട്ടിക്കൽ മൈൽ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയും. കൊച്ചി ദ്വീപുകളിലും പ്രാന്തപ്രദേശങ്ങളിലുമൊക്കെ താമസിക്കുന്നവർക്ക് മെയിൻ ലാൻഡിലേക്ക് എത്തിപ്പെടുക, അതുപോലെ തന്നെ കാർബൺ ബഹിർഗമനം തടഞ്ഞ് റോഡിലെ തിരക്ക് മാക്സിമം ഒഴിവാക്കുക, ഉൾഗ്രാമങ്ങളിലേക്കും ദ്വീപുകളിലേക്കും ഒക്കെ മികച്ച യാത്രാ സൗകര്യവും കണക്ടിവിറ്റിയും ഒരുക്കുക എന്നിവയാണ് ഈ പ്രോജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ. കൊച്ചി 1 എന്ന കാർഡ് ഉപയോഗിച്ച് നമുക്ക് വാട്ടർ മെട്രോയിലും കൊച്ചി മെട്രോയിലും സഞ്ചരിക്കാൻ കഴിയും. കൊച്ചി മെട്രോയുടെ മഹാരാജാസ്, ഹൈക്കോർട്ട് തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിന്നും വാട്ടർ മെട്രോയിലേക്ക് ഫീഡർ ബസ് സർവീസുകൾ ഓരോ അരമണിക്കൂറിലും ലഭ്യമാണ്. വൈറ്റില, ഹൈക്കോർട്ട്, വൈപ്പിൻ, കാക്കനാട്, സൗത്ത് ചിറ്റൂർ, ചേരാനല്ലൂർ, ഏലൂർ, ഫോർട്ട് കൊച്ചി, വില്ലിംഗ്ടൺ ഐലൻഡ്, മട്ടാഞ്ചേരി എന്നീ ടെർമിനൽസാണ് നിലവിലുള്ളത്. കൊച്ചി കായലിൻ്റെ സൗന്ദര്യവും നുകർന്ന് ഒരു ചെറിയ യാത്ര ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയ ക്യാബിനുകളിൽ യാത്ര വളരെയധികം സുഖപ്രദവുമാണ്. വലിയ ചരക്ക് കപ്പലുകളിൽ നിന്നും കണ്ടെയ്നറുകൾ അൺലോഡ് ചെയ്യാനും കപ്പലുകളിലേക്ക് ലോഡ് ചെയ്യാനുമുള്ള ഭീമാകാരമായ ക്രെയിൻ ഫെസിലിറ്റിയാണ് ഈ കാണുന്നത്. ഇത് DP വേൾഡ് എന്ന കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. അറബിക്കടലിൻ്റെ റാണി എന്ന് കൊച്ചിയെ വിളിക്കുന്നത് വെറുതെയല്ല എന്ന് ഈ യാത്രയിൽ നമുക്ക് മനസ്സിലാകും. ഓളം തള്ളുന്ന കായൽപ്പരപ്പിലൂടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന കാഴ്ചകളുമായി ഒരു യാത്ര. ഇന്ത്യയുടെ തന്നെ പേരുകേട്ട ചരക്ക് ഗതാഗത തുറമുഖങ്ങളിൽ ഒന്ന് കൊച്ചിയാണ്. ഭാരതത്തിലെ പ്രകൃതിദത്ത തുറമുഖങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ കൊച്ചി. ഇതിന് 660 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഒരു കാലത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖം എന്ന് വിശേഷിപ്പിച്ചിരുന്ന മുസിരിസ് തുറമുഖം അതാണ്ട് 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് അഴിമുഖത്ത് മണൽ വന്നു നിറഞ്ഞ് ഉപയോഗശൂന്യമാവുകയും അതേസമയം ഇതേ വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായിട്ട് കൊച്ചിയിൽ സ്വാഭാവിക തുറമുഖം രൂപം കൊള്ളുകയും 1341 ചെറിയ നദി മാത്രമുണ്ടായിരുന്ന കൊച്ചിയിൽ ഈ വെള്ളപ്പൊക്കത്തെ തുടർന്ന് കായലുകളും ഉണ്ടായി. വൈപ്പിൻ രൂപം കൊണ്ടു. ബ്രിട്ടീഷ് ആധിപത്യ കാലത്ത് 1859
ക്യാപ്റ്റൻ കാസ്റ്ററാണ് കൊച്ചിയിലെ ആദ്യ പോർട്ട് ഓഫീസർ. തുടർന്ന് ഇവിടെ കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് സ്ഥാപിതമായി. കൊച്ചി തുറമുഖത്തിൻ്റെ വികസനത്തിന് കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ശ്രമഫലമായിട്ട് 1919 സർ ജോൺ വോൾഫ് ബാരി പഠനം നടത്താൻ നിയോഗിക്കപ്പെടുകയും 1920 ബ്രിട്ടീഷ് തുറമുഖ എഞ്ചിനീയറായ റോബർട്ട് ബിസ്റ്റോയെ തുറമുഖത്തിൻ്റെ ജോലികൾക്കായി നിയോഗിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സമുദ്രത്തിലെ മണ്ണെല്ലാം നീക്കിയിട്ട് തുറമുഖത്തിൻ്റെ ആഴം കൂട്ടിയത്. ഈ മണ്ണ് നിക്ഷേപിച്ചുണ്ടായതാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ആധുനിക തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം 1936 മെയ് 26 നടന്നത്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് രൂപീകരിച്ചതാകട്ടെ 1964. ചീനവലകൾ വരവേൽക്കുന്ന തീരത്തേക്ക് ബോട്ട് അടുക്കുകയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക്. ഏതാണ്ട് വൈകുന്നേരമാകുന്നു. സൂര്യൻ്റെ ചെഞ്ചുമപ്പിൽ ചീനവലകൾക്കപ്പുറം കടൽക്കാക്കകൾ പറന്നു കളിക്കുന്ന കാഴ്ച. ഫോർട്ട് കൊച്ചിയിലിറങ്ങി. ഇനി ഇവിടെ ഒഴിവാക്കാൻ കഴിയാത്ത മറ്റൊരു ജലഗതാഗത മാർഗം കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. കൊച്ചി വൈപ്പിൻ ഫെറി സർവീസ് കൂടി. കായലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുകൾക്കും ഉപദ്വീപുകൾക്കും ജലഗതാഗതമാണ് പ്രധാന ആശ്രയം. എറണാകുളത്തെ പ്രധാന ബോട്ട് ജെട്ടിയിൽ നിന്നും വെല്ലിംഗ്ടൺ ദ്വീപ്, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലേക്കും ഹൈക്കോടതി ജെട്ടിയിൽ നിന്നും വൈപ്പിൻ കരയിലേക്കും വല്ലാർപാടം, പനമ്പുകാട് തുടങ്ങിയ ദ്വീപുകളിലേക്കും ബോട്ടുകളുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാവുന്ന ജങ്കാർ സർവീസിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. വളരെ ചുരുങ്ങിയ ചിലവിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്കും തിരിച്ചും നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. ഓരോ 5 മുതൽ 10 മിനിറ്റ് ഇടവേളകളിൽ ഫെറി സർവീസ് ലഭ്യമാണ്. രാവിലെ 6 മുതൽ രാത്രി 9:30 വരെയാണ് ഈ സേവനത്തിൻ്റെ സമയം. ഫോർട്ട് കൊച്ചിയുടെ തീരത്ത് ഇപ്പോൾ ബിനാലെ നടക്കുന്നുണ്ടായിരുന്നു. 2010 കൊച്ചി മുസിരിസ് ബിനാലെ ആരംഭിക്കുന്നത്. സമകാലീന കലകളുടെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രദർശനം. ഓരോ 2 വർഷം കൂടുമ്പോഴും ഇത് ഫോർട്ട് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നു. ആസ്പിൻ വാൾ, ബാസ്റ്റിൻ ബംഗ്ലാവ്, ദർബാർ ഹാൾ തുടങ്ങിയവയാണ് പ്രധാന വേദികൾ. ഇന്നെന്തായാലും സമയമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി കണ്ടിട്ടേ മടങ്ങുമായിരുന്നുള്ളൂ. പുരാതന കാലം മുതൽക്കേ ഭാരതത്തിൻ്റെ വാണിജ്യ ടൂറിസം മേഖലകളിൽ ഇടം പിടിച്ച കൊച്ചി എന്ന പ്രദേശം വെട്ടിപ്പിടിക്കലുകളുടെയും കൂട്ടിച്ചേർക്കലുകളുടെയും ചരിത്രമുള്ള കൊച്ചി ഇന്നും ചില വികലമായ ഭരണ സംവിധാനങ്ങൾ കാരണം അന്തർദേശീയ തലങ്ങളിൽ എവിടെയും എത്തിയിട്ടില്ല എന്ന് വേണം കാണാൻ. പ്രത്യേകിച്ചും ടൂറിസം മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഈ സംവിധാനങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നു. വെറും 3 രൂപ മാത്രമാണ് ഫെറി സർവീസ് ഒരാളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. കുറേയേറെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും അതിനെയൊക്കെ അതിജീവിച്ച് ഈ സർവീസ് നടത്തപ്പെടുന്നു. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ കായലിൽ തട്ടി തിളങ്ങുന്നു. ഒരു മനോഹരമായ കായൽ യാത്ര അനുഭവിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ ഫെറിയിൽ ഇനി ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തണം. പിന്നെ അവിടുത്തെ തെരുവുകളിലൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വേണം എനിക്ക് ഈ യാത്ര അവസാനിപ്പിക്കാൻ. അപ്പോൾ നന്ദി.